നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് നല്ല നിലയിലുള്ള പുരോഗതി കൈവരിക്കാൻ സഹായകരമാകുന്ന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാരിക്കോട് ജില്ലാ ആശുപത്രി ഓങ്കോളജി വിഭാഗവും തൊടുപുഴ ബാർ അസോസിയേഷനും ചേർന്ന് ലോക അർബുദ ദിനം ആചരിച്ചു. ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സിയൂസ് ജെ അധ്യക്ഷത വഹിച്ചു. 18ാമത് ഫിലിം ഫെസ്റ്റിവൽ 8 മുതൽ 11 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസിൽ നടക്കും. 8-ന് വൈകിട്ട് 5-ന് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. സിനിമോൾക്ക് മുത്തൂറ്റിന്റെ സ്നേഹവീട്. ജർമ്മനിയിൽ നടന്ന ലോക ഡാർഫ് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി 4 സ്വർണവും 1 വെള്ളിയും അടക്കം 5 മെഡലുകൾ വാങ്ങി നാടിന് അഭിമാനമായ സിനി കെ സെബാസ്റ്റിന്റെ വീടെന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. വാർത്തകൾ വിശദമായി. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജാഥയ്ക്ക് 7-ന് ഇടുക്കി ജില്ലയിൽ സ്വീകരണം നൽകുമെന്നും വ്യക്തമാക്കി. കട്ടപ്പനയിൽ നടത്തുന്ന സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജിയും വൈകുന്നേരം 4:30-ന് കുമളിയിൽ സംഘടിപ്പിക്കുന്ന സ്വീകരണ യോഗം സംസ്ഥാന ട്രഷറർ A ദേവരാജനും ഉദ്ഘാടനം ചെയ്യും. വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി നിവേദനങ്ങൾ വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൽകുകയും നേരിട്ട് കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല വിവിധ വകുപ്പുകൾ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ വ്യാപാര മേഖലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. 13-ന് വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് യാത്ര സമാപിക്കും. 7-ന് ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കും. ആദ്യം അടിമാലിയിൽ സ്വീകരണം നൽകും. രാവിലെ 10:30-ന് നടത്തുന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2:30-ന് കട്ടപ്പനയിലെത്തുന്ന ജാഥയ്ക്ക് നൽകുന്ന സ്വീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജ നിർവഹിക്കും. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് 4:30-ന് ജാഥ കുമളിയിൽ പ്രവേശിക്കും. തുടർന്ന് നടത്തുന്ന യോഗം സംസ്ഥാന ട്രഷറർ A ദേവരാജനും ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK തോമസ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. ജനുവരി 29-ാം തീയതി കാസർഗോഡ് മുതൽ ഫെബ്രുവരി 13-ാം തീയതി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുന്ന വിധത്തിലുള്ള വ്യാപാര സംരക്ഷണ ജാഥ ഇടുക്കി ജില്ലയിൽ ഈ മാസം 7-ാം തീയതി ബുധനാഴ്ച നാളെ കഴിഞ്ഞ് പര്യടനം നടത്തുകയാണ്. വ്യാപാര മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധിക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാര സംരക്ഷണ യാത്ര ഞങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും ഓരോ ദിവസം വീതം ചെലവിട്ടുകൊണ്ട് നടത്തുന്നത്. ഫെബ്രുവരി 7-ാം തീയതി ബുധനാഴ്ച ഇടുക്കി ജില്ലയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ 3 സ്ഥലങ്ങളിലാണ് സ്വീകരണം നൽകുക. രാവിലെ 10:30-ന് അടിമാലി, ഉച്ച കഴിഞ്ഞ് 2:30-ന് കട്ടപ്പന, വൈകിട്ട് 4:30-ന് കുമളി. ഈ 3 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് വളരെ ഊഷ്മളമായ സ്വീകരണം നൽകുന്നത്. വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കോർപ്പറേറ്റ് വ്യാപാരികളുടെ കടന്നുകയറ്റവും ഓൺലൈൻ വ്യാപാര മേഖലയുടെ രൂക്ഷമായ കടന്നുകയറ്റവും ചെറുകിട വ്യാപാരികളെ ഒട്ടൊന്നുമല്ല ഇപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് കടകൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോയിട്ടുണ്ട്.
അത്ര കണ്ട് പ്രതിസന്ധികൾ ചെറുകിട വ്യാപാര മേഖല നേരിടുമ്പോഴും ആ വ്യാപാര മേഖലയ്ക്ക് യാതൊരുവിധ കൈത്താങ്ങും നൽകുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, വ്യാപാരികളുടെ മേൽ ഓരോ ദിവസം പിന്നിടുന്തോറും കടുത്ത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് R ജയശങ്കർ, ജില്ലാ ട്രഷറർ R രമേശ്, തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് R രാജീവ്, തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് NB ചാക്കോ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് തീർത്ഥാടന ദേവാലയത്തിലെ 3 ദിവസം നീണ്ടുനിന്ന തിരുനാൾ സമാപിച്ചു. ഇടവക വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രയാണം തിരുനാളിന്റെ ഭാഗമായി നടന്നു. സമാപന ദിനം പാണ്ടിപ്പാറ ടൗണിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനൂസിൻ്റെയും 3 ദിവസം നീണ്ടുന്ന സംയുക്ത തിരുനാൾ സമാപിച്ചു. ഇടവക വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളിലേക്ക് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രയാണം നടന്നു. 3 ദിവസങ്ങളിൽ നടന്ന വിശുദ്ധ കുർബാന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് മേനമ്മൂട്ടിൽ, ഫാദർ ജോസഫ് നടുപ്പറമ്പിൽ, ഫാദർ സെബാസ്റ്റ്യൻ അമ്പാട്ടുകുന്നൽ, ഫാദർ ജോസഫ് കട്ടക്കയം, ഫാദർ ജോസഫ് ഉദയംപാറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രദക്ഷിണം പാണ്ടിപ്പാറ ടൗണിൽ നടന്നു. തുടർന്ന് സ്നേഹവിരുന്നും നൽകി. പരിപാടികൾക്ക് കൈക്കാരന്മാരായ ജിബിൻ മാന്തളം, അനിൽ കാഞ്ഞമലയിൽ, സിജോ കുമ്പളാനിയിൽ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിപ്പാറ. ഇടുക്കി ജില്ലയിലെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് നല്ല നിലയിലുള്ള പുരോഗതി കൈവരിക്കാൻ സഹായകരമാകുന്ന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 48.85 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. കാർഷിക രംഗത്ത് സുഗന്ധവ്യഞ്ജന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ബജറ്റിൽ തുക വകകൊള്ളിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടുക്കി ഡാമിന്റെ പ്രതലത്തിൽ ലേസർ ഷോ അടക്കമുള്ള ഇടുക്കി ഡാം ടൂറിസം പദ്ധതിക്കായി ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരിക്കുന്നത് 5 കോടി രൂപയാണ്. ഇടുക്കി ഡാം കേന്ദ്രമാക്കിയുള്ള വിപുലമായ ടൂറിസം പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഇതുവഴി കേരളത്തിലെ ടൂറിസത്തിന്റെ ഹബ്ബായി ഇടുക്കി മാറും. ടൂറിസം രംഗം വളരുന്നതോടെ വ്യാപാര വാണിജ്യ മേഖലകളിൽ വലിയ വളർച്ചയും സർക്കാർ ലക്ഷ്യമിടുന്നു. കാർഷിക രംഗത്ത് സുഗന്ധവ്യഞ്ജന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ബഡ്ജറ്റിൽ തുക വകകൊള്ളിച്ചിരിക്കുന്നത് ജില്ലയിലെ കർഷകർക്ക് ഏറെ ആശ്വാസകരമാണ്. സംസ്ഥാന ബജറ്റ് കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം ടൂറിസം മേഖലയ്ക്കും നല്ല നിലയിലുള്ള പുരോഗതി കൈവരിക്കാൻ പര്യാപ്തമായ ഒരു ബഡ്ജറ്റായിട്ടാണ് കാണുന്നത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗത്ത് സുഗന്ധ വ്യഞ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് 4.6 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് ആ മേഖലയ്ക്ക് ഊർജ്ജം പകരാൻ ഉതകുന്ന വിധത്തിലുള്ള ചെറുകിട കർഷകർക്ക് സഹായകമാകുന്ന ഒരു കാര്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയുടെ ടൂറിസം സാധ്യത ധാരാളം കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കാല ബഡ്ജറ്റിലൂടെ കൊണ്ടുവരാൻ പറ്റി. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള റോഡുകളും പാലങ്ങളും അനുബന്ധ സൗകര്യങ്ങളും പുതിയ താലൂക്കും എന്ന് വേണ്ട നിരവധിയായ കാര്യങ്ങൾ. ടൂറിസത്തിന്റെ പ്രാധാന്യത്തെ കുറെ കൂടി കരുതലോടുകൂടി കണ്ടുകൊണ്ടുമാണ് ഇടുക്കി ആർച്ച് ഡാം പ്രതലമാക്കി ലേസർ ഷോ അതിന് വിപുലമായ പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. അത് ടൂറിസം രംഗത്ത് വലിയ മാറ്റം ഇടുക്കി രൂപപ്പെടുത്താനായിട്ട് കഴിയും. ഇടുക്കി ആർച്ച് ഡാമിന്റെ സമീപം ഇറിഗേഷൻ മ്യൂസിയം, സാംസ്കാരിക മ്യൂസിയം, അതോടൊപ്പം മൾട്ടിപ്ലക്സ് തിയേറ്റർ, ഫുഡ് പാർക്ക്, അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഏകദേശം 50 ഏക്കർ സ്ഥലത്തോളം പ്രയോജനപ്പെടുത്തി ഡെവലപ്പ് ചെയ്യുമ്പോൾ ആർച്ച് ഡാമിനോട് ചേർന്നുള്ള ഈ ലേസർ ഷോ കേരളത്തിനും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാവും. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബഡ്ജറ്റ് 5 കോടി രൂപ ഇപ്പോൾ തന്നെ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ചെറുതോണി KSRTC സബ് ഡിപ്പോയ്ക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി 5 കോടി രൂപയും ബഡ്ജറ്റിൽ അനുവദിച്ചത് ജില്ലാ ആസ്ഥാനത്തെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ഏറെ പ്രയോജനകരമാകും. എടുത്തു പറയേണ്ട മറ്റൊരു പ്രഖ്യാപനം ഇടുക്കി എയർ സ്ട്രിപ്പാണ്.
അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനൊപ്പം ടൂറിസം മേഖലയ്ക്കും ഉണർവേകുന്നതാകും എയർ സ്ട്രിപ്പ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 48.85 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഈ തുക സഹായകമാകും. വന്യജീവികളുടെ കടന്നുകയറ്റം രൂക്ഷമായ മേഖലകൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ബഡ്ജറ്റിലെ ഈ പ്രഖ്യാപനമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓട്ടത്തിനിടയിൽ കാർ കത്തിനശിച്ചു. അടിമാലി കുരിങ്ങാട്ടിയിലാണ് സംഭവം നടന്നത്. വാഹനത്തിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രികർ വാഹനത്തിൽ നിന്നും ഇറങ്ങി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഓട്ടത്തിനിടയിൽ കാർ കത്തി നശിച്ചു. അടിമാലി കുരങ്ങാട്ടിയിൽ കുരങ്ങാട്ടി പ്ലാമല റോഡിലാണ് അപകടം സംഭവിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം ഉണ്ടായത്. കോഴിക്കോട് നിന്നുള്ളവർ യാത്ര ചെയ്തിരുന്ന വാഹനമാണ് കത്തി നശിച്ചതെന്ന് വിവരം. വാഹനത്തിൽ നിന്നും പുക ഉയരുന്നത് കണ്ടതോടെ വാഹനം പാതയോരത്ത് നിർത്തി യാത്രികർ ഇറങ്ങി മാറി. പിന്നീട് തീ ആളിപ്പടരുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികൾ വെള്ളമെത്തിച്ച് തീയണച്ചു. വാഹനത്തിന്റെ ഉൾഭാഗവും മുൻഭാഗവും പൂർണ്ണമായും കത്തി നശിച്ചു. കുട്ടികളടക്കം വാഹനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു. തീ പടരും മുമ്പേ ഇവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി മാറിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കാരിക്കോട് ജില്ലാ ആശുപത്രി ഓങ്കോളജി വിഭാഗവും തൊടുപുഴ ബാർ അസോസിയേഷനും ചേർന്ന് ലോക അർബുദ ദിനം ആചരിച്ചു. ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സിയൂസ് ജെ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ബാർ അസോസിയേഷൻ ജില്ലാ ആശുപത്രി കീമോ യൂണിറ്റിലേക്ക് 2 വീൽ ചെയറുകളും വിതരണം ചെയ്തു. ലോക അർബുദ ദിനം കാരിക്കോട് ജില്ലാ ആശുപത്രി ഓങ്കോളജി വിഭാഗവും തൊടുപുഴ ബാർ അസോസിയേഷനും ചേർന്ന് ആചരിച്ചു. ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സിയൂസ് ജെ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ബാർ അസോസിയേഷൻ ജില്ലാ ആശുപത്രി കീമോ യൂണിറ്റിലേക്ക് 2 വീൽ ചെയറുകളും വിതരണം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി പി.എൻ, ആർഎംഒ ഡോക്ടർ പ്രീതി സി.ജെ, ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോബിൻ ജോസ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി കുര്യൻ, നഴ്സിംഗ് സൂപ്രണ്ട് ഇൻചാർജ് ഷീജ എസ്, കീമോ യൂണിറ്റ് ഇൻചാർജ് ഷീമോൾ ലാൽ, ബാർ അസോസിയേഷൻ പ്രതിനിധികളായ അഡ്വക്കേറ്റ് പ്രസാദ് കാവളക്കാട്ട്, അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ എന്നിവർ പ്രസംഗിച്ചു. 40 വർഷത്തിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ മാമോഗ്രാം പരിശോധന നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെയുള്ള വേറൊരു പ്രശ്നം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്വയമേ ഉള്ള ബ്രസ്റ്റ് പരിശോധന, പിന്നെ ഡോക്ടർ തന്നെ പരിശോധിക്കുന്നത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. ഇതിന് രണ്ടിനും ഇപ്പോൾ വലിയ ഡേറ്റ് ഇല്ല. അതുകൊണ്ട് അധികം നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ മരണങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് പല ഗൈഡ് ലൈൻസിലും ഈ പരിശോധനകൾ ഇപ്പോൾ എടുത്തു മാറ്റി. മാമോഗ്രാം മാത്രമാണ് ഇപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാലും സ്ത്രീകൾ എല്ലാ ദിവസവും അവരുടെ ബ്രസ്റ്റുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു ബോധം ഉണ്ടാവണം. അതിൽ എന്തെങ്കിലും അപാകതകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരത് ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണിക്കുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇതെല്ലാം സർക്കാർ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മളെല്ലാം അറിയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് ആ രീതിയിലുള്ള എല്ലാ സഹായവും പരമാവധി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഞങ്ങൾ ചെയ്യാം. ഇതുപോലൊരു ഫംഗ്ഷന് പങ്കെടുക്കാനും ബാർ അസോസിയേഷൻ അംഗങ്ങൾ നൽകിയ ഒരു ടോക്കണാണിത്. അതിവിടെ നൽകുന്നതിന് എനിക്ക് അവസരമുണ്ടായി. അതിന് ക്ഷണിച്ചതിനും ഞാൻ പ്രത്യേകം നന്ദി പറയും. നമ്മുടെ ആവശ്യങ്ങൾ ഇനിയും നടത്താനുണ്ട്. പുതിയ റേഡിയോതെറാപ്പി ബ്ലോക്കും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാഹന കാൽനട യാത്ര ദുരിതമായി കഞ്ഞിക്കുഴി മഴുവടി അമ്പലക്കവല റോഡ്. കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. വണ്ണപ്പുറം രാമക്കൽമേട് സംസ്ഥാന പാതയുടെ ഭാഗമായ കഞ്ഞിക്കുഴി മഴുവടി അമ്പലക്കവല റോഡിലാണ് വാഹന കാൽനടയാത്ര ദുരിതമായത്. വനഗ്രാമങ്ങളായ മക്കുവള്ളി, മനയത്തടം, കൈതപ്പാറ പ്രദേശങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ കഞ്ഞിക്കുഴിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡ് കൂടിയാണിത്. പൊതുഗതാഗത സംവിധാനം ഇല്ലാത്ത പ്രദേശത്ത് 100 കണക്കിന് കുടുംബാംഗങ്ങൾ അധിവസിക്കുന്ന മഴുവടി അമ്പലക്കവല പ്രദേശത്തെ ജനങ്ങളുടെ ഏക സഞ്ചാര മാർഗം ഓട്ടോറിക്ഷകളാണ്. ഈ വഴിക്ക് മഴക്കാലം ആയി കഴിഞ്ഞാൽ ഒട്ടും നടക്കാൻ മേലാത്ത അവസ്ഥയിലാണ്. ഈ വന്യമൃഗങ്ങൾ പോലും ഇവിടെ ശല്യമുണ്ട്. റോഡിൻ്റെ സൈഡ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുവാണ്. കുഴി കാരണം ഒരു ബൈക്ക് യാത്രക്കാരന് പോലും പോകാൻ മേല. ഞങ്ങൾ ഇവിടുന്ന് 150 രൂപ ഓട്ടോ കൂലി കൊടുത്താണ് കഞ്ഞിക്കുഴിക്ക് പോകുന്നത്. ഇവിടെ ഈ വഴി ഇച്ചിരി നല്ലതാകുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലെ എളുപ്പം ഓട്ടോയ്ക്ക് പോകാനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടാകുമായിരുന്നു. അതിപ്പോൾ ഇല്ലാതെ കുറേ നാളുകളായി ഞങ്ങൾ കിടന്ന് വിഷമിക്കാൻ തുടങ്ങിയിട്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷകൾ കടന്നു വരാതെ ആയതോടെ കിലോമീറ്ററുകൾ ചുറ്റിവളച്ച് വാഗച്ചൂട് വഴി കഞ്ഞിക്കുഴിയിൽ എത്തേണ്ട ഗതികേടിലാണ് മഴുവടി അമ്പലക്കവല നിവാസികൾ. തകർന്ന റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. 18ാമത് ഫിലിം ഫെസ്റ്റിവൽ 8 മുതൽ 11 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസിൽ നടക്കും. 8 വൈകിട്ട് 5 മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്രമേളയ്ക്ക് മുന്നോടിയായി ഇടുക്കി പ്രസ് ക്ലബ്ബിൽ വെച്ച്
സെക്രട്ടറി ജെയിംസ് വാട്ടപ്പിള്ളിന് ആദ്യ കോപ്പി കൈമാറിക്കൊണ്ട് ചെയർമാൻ സനീഷ് ജോർജ് ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. ലോക സിനിമയിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച സിനിമകളുടെ പ്രദർശനങ്ങൾ ഒരുക്കി 18ാമത് ഫിലിം ഫെസ്റ്റിവൽ 8-ന് ആരംഭിക്കും. സിൽവർ ഹിൽസ് സിനിമാസിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സംവിധായകൻ ജോഷി മാത്യു സംവിധാനം ചെയ്ത നൊമ്പരക്കൂടാണ് ഉദ്ഘാടന ചിത്രം. ചലച്ചിത്രമേളയ്ക്ക് മുന്നോടിയായി ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബ്ബിൽ വെച്ച് ചെയർമാൻ സനീഷ് ജോർജിൽ നിന്നും സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിൽ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ജോഷി മാത്യു മുഖ്യാതിഥിയായി പങ്കെടുക്കും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി, സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ ദീപക്, ഷീജ ഷാഹുൽ ഹമീദ്, അബ്ദുൾ കരീം, ബിന്ദു പത്മകുമാർ, പി.ജി. രാജശേഖരൻ, യു.എ. രാജേന്ദ്രൻ, എം.എം. മഞ്ജുഹാസൻ, സനൽ ചക്രപാണി എന്നിവർ പ്രസംഗിക്കും. 11-ന് വൈകുന്നേരം 5-ന് നടക്കുന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ റഹീം ഖാദർ മുഖ്യാതിഥിയായിരിക്കും. അജയ് വേണു പെരിങ്ങാശ്ശേരി, തപസ്യ ജില്ലാ പ്രസിഡന്റ് വി.കെ. സുധാകരൻ, മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ എൻ.കെ. ബിജു, ഫിലിം സൊസൈറ്റി വൈസ് പ്രസിഡന്റ് പി.എൻ. ഭാസ്കരൻ, ട്രഷറർ വിൽസൺ ജോൺ എന്നിവർ പ്രസംഗിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിലെ മുഴുവൻ പ്രദർശനങ്ങളും കാണുന്നതിന് 200 രൂപയും 18 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് 100 രൂപയുമാണ് നിരക്ക്. സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും ഫെസ്റ്റിവൽ നടക്കുന്ന സിൽവർ ഹിൽ സിനിമാസിൽ ഒരുക്കിയിട്ടുണ്ട്. മൊത്തം 16 സിനിമയാണ് 4 ദിവസമായി പ്രദർശിപ്പിക്കുന്നത്. അതുപോലെ 12 സിനിമകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും 4 സിനിമകൾ മലയാളം. എല്ലാം ഫസ്റ്റ് വൈകിട്ട് 6 മണിക്കുള്ള സിനിമയാണ് മലയാളം. ബാക്കിയെല്ലാം വിവിധ രാജ്യങ്ങളുടെ സിനിമകളാണ്. എല്ലാ സിനിമയ്ക്കും മലയാളം സബ്ടൈറ്റിലുണ്ട്. എല്ലാ സിനിമയിലും പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റും. ഈ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാനാണ് ജോഷി മാത്യു സംവിധായകൻ. അദ്ദേഹത്തോടൊപ്പം തന്നെ ആ സിനിമയിൽ നൊമ്പരക്കൂടുന്ന സിനിമയിലെ അഭിനേതാക്കൾ എല്ലാവരും ഉദ്ഘാടന സമയത്തിൽ പങ്കെടുക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ചടങ്ങായി മാറും. 8-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം. തുടർന്ന് 2 ഷോകളുണ്ട്. നൊമ്പരക്കൂട്, അതിനുശേഷം ഒരു സിനിമകളുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനുശേഷം പിറ്റേ ദിവസവും രാവിലെ 10:30-ക്കും 2 മണിക്കും 6-നും 8:15-നും അങ്ങനെ 4 ഷോ എല്ലാ ദിവസവും ഉണ്ടാകും. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഒരു സമാപന സമ്മേളനം കൂടി ഉണ്ടാകും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ തന്നെ ഈ സിനിമ പ്രദർശിപ്പിക്കുകയും കലയെയും സാഹിത്യത്തെയും അല്ലെങ്കിൽ സിനിമയും എല്ലാം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തൊടുപുഴയിൽ ഉണ്ട്. തൊടുപുഴ നഗരസഭയുടെ ഭാഗത്തുനിന്ന് അതിനുവേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഈ വർഷത്തെ 18ാമത്തെ ഫിലിം ഫെസ്റ്റിവലും വളരെ മനോഹരമായി വിജയകരമാക്കി തീർക്കണമെന്ന് മാധ്യമപ്രവർത്തകരോടും തൊടുപുഴയിലെ സിനിമ ആസ്വാദകരോടും സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്, ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൻ രവീന്ദ്രൻ, സെക്രട്ടറി എം.എം. മഞ്ജുഹാസൻ, ജോയിന്റ് സെക്രട്ടറി സനൽ ചക്രപാണി, FFSI റീജിയണൽ കൗൺസിൽ അംഗം യു.എ. രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സിനിമോൾക്ക് മുത്തൂറ്റിന്റെ സ്നേഹവീട്. ജർമ്മനിയിൽ നടന്ന ലോക ഡാർക്ക് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി 4 സ്വർണവും 1 വെള്ളിയും അടക്കം 5 മെഡലുകൾ വാങ്ങി നാടിന് അഭിമാനമായ സിനി കെ സെബാസ്റ്റ്യന്റെ വീടെന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ കടവൂരിൽ മുത്തൂറ്റ് ഗ്രൂപ്പ് പണിതീർത്ത വീടിന്റെ താക്കോൽദാനം മുത്തൂറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോർജ് എം. ജോർജ് നിർവഹിച്ചു. കടവൂർ സെന്റ് ജോർജസ് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സിനിമോൾക്ക് മുത്തൂറ്റിന്റെ സ്നേഹവീട്. ജർമ്മനിയിൽ നടന്ന ലോക ഡ്വാർഫ് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി 4 സ്വർണവും 1 വെള്ളിയും അടക്കം 5 മെഡലുകൾ വാങ്ങി നാടിന് അഭിമാനമായ സിനി കെ സെബാസ്റ്റ്യന്റെ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ കടവൂരിൽ മുത്തൂറ്റ് ഗ്രൂപ്പ് പണിതീർത്ത വീടിന്റെ താക്കോൽദാനം മുത്തൂറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോർജ് എം. ജോർജ് നിർവഹിച്ചു. കടവൂർ സെന്റ് ജോർജസ് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. തൃശൂർ ദർശന ക്ലബ് ഡയറക്ടർ ഫാദർ സോളമൻ CMI അനുഗ്രഹ പ്രാർത്ഥന നടത്തി. മുത്തൂറ്റ് ഗ്രൂപ്പ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിവരുന്ന ആഷിയാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സിനിമകൾക്ക് വീട് ലഭിച്ചത്. ഇതിനോടകം 250 വീടുകൾ ഈ പദ്ധതി പ്രകാരം മുത്തൂറ്റ് ഗ്രൂപ്പ് കേരളത്തിലെമ്പാടും നിർമ്മിച്ചു നൽകി. വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാഗമായവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ മുത്തൂറ്റ് തൊടുപുഴ ബ്രാഞ്ച് മാനേജർ സണ്ണി വർക്കി, നവീൻ ചന്ദ്രൻ, സിമി, പത്മകുമാർ, വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് പ്രതിനിധികൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ പങ്കെടുത്തു. തന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ വീട് എന്നും ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സിനിമോൾ പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത ഒരു വീടായിരുന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, കിട്ടിയത്. അതെന്നെ ജോർജ് സാറിനോട് ഒരുപാട് നന്ദി.
എന്നെ ആദ്യമായിട്ട് സ്വിമ്മിങ്ങിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് സോളമൻ അച്ഛനാണ് തുടക്കം കുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വണ്ണപ്പുറം ടൗൺ ലെവൽ സ്കൂളിൽ പിന്നെ കണ്ടുമുട്ടി. അങ്ങനെ ഞാൻ ജോർജ് സാറിനെ ബന്ധപ്പെട്ട് അടുത്തെത്തി. എന്നാലും ഇനിയും ഉയരങ്ങളിലേക്ക് എനിക്ക് പറക്കാൻ എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വിമ്മിങ്ങിലൂടെയാണ് ലോകമെന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായത്. അതുകൊണ്ട് എനിക്ക് സ്വിമ്മിങ്ങിൽ ഇനി ഇനി അടുത്ത ഒളിമ്പിക്സിൽ എനിക്ക് പങ്കെടുക്കണം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എപ്പോഴും എൻ്റെ കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥന എപ്പോഴും ജോർജ് സാറിനുണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലൂടെ പുതിയ കേരളം എന്ന സന്ദേശം ഉയർത്തി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം BJP പെരിയാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പതാക ദിനം ആചരിച്ചു. BJP പീരുമേട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അയ്യപ്പദാസ് പതാക ഉയർത്തി പതാക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലൂടെ പുതിയ കേരളം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 14 ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ എത്തിച്ചേരുന്നത്. കേരള പദയാത്രയുടെ പ്രചരണാർത്ഥമാണ് ജില്ലയിലുടനീളം BJP ജില്ലാ താലൂക്ക് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായാണ് BJP പെരിയാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പതാക ദിനം ആചരിച്ചത്. വണ്ടിപ്പെരിയാർ വാളാടിയിൽ പതാക ഉയർത്തിക്കൊണ്ട് BJP പീരുമേട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പതാക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ തന്നെ എല്ലാ ബൂത്തുകളിലും നമ്മൾ പതാക ദിനമായി ആചരിച്ചു വരികയാണ്. നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ മുന്നോടിയായി സംസ്ഥാന അധ്യക്ഷൻ്റെ പദയാത്ര നമ്മുടെ ജില്ലയിൽ തൊടുപുഴ കേന്ദ്രീകരിച്ച് ഈ വരുന്ന 14-ാം തീയതി നടത്തുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ എല്ലാ ബൂത്തുകളിലും പതാക ദിനത്തോട് ആചരിക്കുകയും BJP പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KT അരുൺ, യുവമോർച്ച പീരുമേട് മണ്ഡലം സെക്രട്ടറി സനീഷ് കോമ്പറമ്പിൽ, മഹിളാ മോർച്ച ജില്ലാ ഭാരവാഹി കുമാരി ഗിരീഷ്, BJP മറ്റ് ഭാരവാഹികളായ G. മോഹനൻ, മണികണ്ഠൻ വാളാടി, അഭിലാഷ് തുടങ്ങിയവർ പതാക ദിനാചരണത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ മേഖലയിലെ 20ഓളം ബൂത്തുകളിൽ BJP ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തോപ്രാംകുടി സ്കൂൾ സിറ്റിയിൽ ആടുകൾക്ക് നേരെ വന്യജീവി ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കൂട്ടിലിരുന്ന വലിയൊരു ആടിനെ കൊന്നു തിന്ന ശേഷം മറ്റൊരാടിനെ പിടിച്ചുകൊണ്ടുപോവുകയുമായിരുന്നു. ഉടമയുടെ മകൻ രാവിലെ കൂട്ടിലെത്തി നോക്കിയപ്പോഴാണ് ആടിനെ കൊന്ന് പകുതിയിലേറെ ഭക്ഷിച്ചതായി കണ്ടത്. തോപ്രാംകുടി സ്കൂൾ സിറ്റിയിൽ മുണ്ടക്കക്കുളത്ത് സുധാകരന്റെ ആടുകൾക്ക് നേരെയാണ് വന്യജീവി ആക്രമണം ഉണ്ടായത്. കൂട്ടിലെ വലിയൊരു ആടിനെ കൊന്നു തിന്ന ശേഷം മറ്റൊരാടിനെ പിടിച്ചുകൊണ്ടുപോയി. ആടുവ്യാപാരി കൂടിയായ സുധാകരന്റെ മകൻ രാവിലെ കൂട്ടിലെത്തി നോക്കിയപ്പോഴാണ് കൂടിനുള്ളിൽ തള്ളയാടിനെ കൊന്ന് പകുതിയിലേറെ ഭക്ഷിച്ചതായി കണ്ടതും മറ്റൊരു ആടിനെ കാണാതായെന്നും അറിഞ്ഞത്. തുടർന്ന് മുരിക്കാശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചു. പോലീസും വനം വന്യജീവി വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെറ്ററിനറി സർജൻ എത്തി പോസ്റ്റ്മോർട്ടവും നടത്തി. സ്ഥലത്ത് പതിഞ്ഞ കാൽപ്പാടുകൾ പരിശോധിച്ച വനം വകുപ്പ് പുലിയുടെ കാൽപ്പാടുകൾ അല്ലെന്നും നായയുടേതിന് സമാനമായ കാൽപ്പാടുകളാണെന്നും പ്രാഥമിക റിപ്പോർട്ട് നൽകി. എന്നാൽ സമീപ മേഖലകളിൽ ഏതാനും കാലങ്ങളായി സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളിൽ ആശങ്കയുയർത്തുന്നുണ്ട്. ജനങ്ങൾ പ്രദേശത്ത് കടുത്ത പ്രതിഷേധത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടതുപക്ഷ മുന്നണി നിയോജക മണ്ഡലം കമ്മിറ്റി ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെതിരായി ഉന്നയിക്കുന്ന അനാവശ്യ ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രത്തിൽ സമാനതയില്ലാത്ത വികസന പദ്ധതികളാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അനാവശ്യവാദമുണ്ടാക്കി പദ്ധതി മുടക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും ആരോപിച്ചു. കൊച്ചി മൂന്നാർ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ മുന്നണി നിയോജക മണ്ഡലം കമ്മിറ്റി ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെതിരെ ഉന്നയിക്കുന്ന അനാവശ്യ ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമെന്ന് കോൺഗ്രസ് നേതാക്കൾ. നിലവിലുള്ള ദേശീയപാത NH85 കേന്ദ്ര സർക്കാർ ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം പൂർണ്ണമായും മറ്റൊരു അലൈൻമെന്റാണ് നിശ്ചയിച്ചത്. പൂർണ്ണമായും പുതിയ പാത ഉണ്ടാക്കി 100 കിലോമീറ്ററോളം ലാഭകരമാക്കി കോതമംഗലം ഉൾപ്പെടെ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്ന തരത്തിലായിരുന്നു പുതിയ അലൈൻമെന്റ് നിശ്ചയിച്ചത്. കേന്ദ്ര സർക്കാർ ദേശീയപാത നയമനുസരിച്ച് അലൈൻമെന്റ് മാറ്റി നിശ്ചയിക്കുമ്പോൾ അതിന്റെ പണി പൂർത്തിയാക്കുന്നതുവരെ മാത്രമേ NH85 എന്ന പേരിൽ നിലവിലുള്ള റോഡ് അറിയപ്പെടുകയുള്ളൂ. അതിനുശേഷം നയമനുസരിച്ച് ഈ റോഡ് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കും. NH85 നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ ഇതിൻ്റെ എഗ്രിമെൻ്റ് വെച്ച് ഈ വർക്ക് തുടങ്ങുന്ന ഘട്ടത്തിൽ ആ വർക്കിൻ്റെ പ്രാരംഭ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിലുള്ള ഈ റോഡിൻ്റെ വീതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിഡ്ത്ത് കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയാണ് പൊതുവെ പൊതുസമൂഹത്തിനും നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും പത്രമാധ്യമങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളത്.
അങ്ങനൊരു ആശങ്ക ഉയർന്നു വന്നപ്പോൾ അത് നമ്മൾ MP എന്നുള്ള രീതിയിൽ ശ്രീ ഡീൻ കുര്യാക്കോസിനെ അതിനകത്ത് ഇടപെടുകയും ആ ഇടപെട്ട് മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുകയും അതിനകത്തൊക്കെ ദുരൂഹത പരിഹരിക്കുന്ന രീതിയിൽ, ആശങ്ക പരിഹരിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് CPM-ൻ്റെയും ഭാഗത്ത് നിന്ന് ഇതിനകത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി MP-ക്കെതിരെ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് റിസർച്ച് നടത്തുന്നതിൻ്റെ ഭാഗമാണ് ഇന്ന് കോതമംഗലത്ത് സംഘടിപ്പിച്ച ഇടതുപക്ഷത്തിൻ്റെ സമരം. കോതമംഗലം ബൈപ്പാസ് 30 വർഷക്കാലത്തിലധികമായി മുടങ്ങിക്കിടന്ന പദ്ധതിയാണ്. കേരളത്തിൽ തന്നെ 2 ബൈപ്പാസുകൾ അനുവദിക്കപ്പെട്ടത് കോതമംഗലത്തും മൂവാറ്റുപുഴയിലും മാത്രമാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ വികസന പദ്ധതിയാണിത്. അലൈൻമെന്റ് വ്യത്യാസം വന്നത് ഭൂമി ഏറ്റെടുക്കൽ തുക കുറയ്ക്കുന്നതിനും പദ്ധതികൾ കൂടുതൽ പ്രയോജനപ്രദമാക്കുന്നതിനുമാണ്. അനാവശ്യ വിവാദമുണ്ടാക്കി പദ്ധതി മുടക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ, കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് എന്നിവർ കോതമംഗൽ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് നല്ല നിലയിലുള്ള പുരോഗതി കൈവരിക്കാൻ സഹായകരമാകുന്ന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാരിക്കോട് ജില്ലാ ആശുപത്രി ഓങ്കോളജി വിഭാഗവും തൊടുപുഴ ബാർ അസോസിയേഷനും ചേർന്ന് ലോക അർബുദ ദിനം ആചരിച്ചു. ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സിയൂസ് ജെ അധ്യക്ഷത വഹിച്ചു. 18ാമത് ഫിലിം ഫെസ്റ്റിവൽ 8 മുതൽ 11 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസിൽ നടക്കും. 8-ന് വൈകിട്ട് 5-ന് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. സിനിമോൾക്ക് മുത്തൂറ്റിന്റെ സ്നേഹവീട്. ജർമ്മനിയിൽ നടന്ന ലോക ഡാർഫ് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി 4 സ്വർണവും 1 വെള്ളിയും അടക്കം 5 മെഡലുകൾ വാങ്ങി നാടിന് അഭിമാനമായ സിനി കെ സെബാസ്റ്റിന്റെ വീടെന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.